ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജോസ്ന ജോസ്. 7ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കും. ഉത്തർപ്രദേശ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ 13 വീതവും പശ്ചിമബംഗാളിൽ 9ഉം ബീഹാറിൽ 8ഉം ഒഡീഷയിൽ 6ഉം ജാർഖണ്ഡിൽ 3ഉം ഹിമാചൽ പ്രദേശിൽ 4ഉം ചണ്ഡിഗഡിലെ 1 സീറ്റിലുമാണ് ജൂൺ 1-ന് അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം 30-ന് കന്യാകുമാരിയിലെത്തും. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയും ധ്യാന മണ്ഡപവും പ്രധാനമന്ത്രി സന്ദർശിക്കും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയം, എറണാകുളം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. തെക്കൻ തമിഴ്നാട് തീരത്തിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനത്ത് അടുത്ത 7 ദിവസം വ്യാപക മഴ തുടരും. തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലകളിൽ തുടരാൻ സന്നദ്ധരാവണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. നെയ്യാറ്റിൻകര, പാറശാല, വെള്ളറട, വിഴിഞ്ഞം, വർക്കല എന്നിവിടങ്ങളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. കിള്ളിയാർ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ജഗതിയിലെ 100ഓളം വീടുകളിൽ വെള്ളം കയറി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ 150 സെന്റിമീറ്റർ വരെ ഉയർത്തിയിട്ടുണ്ട്. പരിസരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കോട്ടയം ജില്ലയുടെ മലയോര മേഖലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും വ്യാപക നാശനഷ്ടം. മീനച്ചിലാർ കരകവിഞ്ഞ് തീരപ്രദേശങ്ങളും റോഡുകളും വെള്ളത്തിനടിയിലായി. കോട്ടയം ജില്ലയിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്കൽകല്ല്, മാർമല അരുവി തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം ജില്ലാ കളക്ടർ നിരോധിച്ചു. ഈരാറ്റുപേട്ട, വാഗമൺ റോഡിലെ രാത്രികാല യാത്രയും നിരോധിച്ചു. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിലും രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തി. വൈകുന്നേരം 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. ആലപ്പുഴ ജില്ലയിൽ പരക്കെ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി ഇന്ന് ആരംഭിച്ചു. അമ്പലപ്പുഴ താലൂക്കിലെ പുറക്കാടാണ് ക്യാമ്പുകൾ പുതുതായി ആരംഭിച്ചത്. കൊല്ലം ജില്ലയിൽ പുലർച്ചെ മുതൽ പെയ്ത തുടർച്ചയായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ ജനവാസ മേഖലകളിൽ വെള്ളം കയറി. ജില്ലയിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ജില്ലയിലാകെ 18 വീടുകൾക്ക് ഭാഗിക നാശനഷ്ടം ഉണ്ടായി. കുന്നത്തൂർ താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായത്. സ്പെഷ്യൽ ആംഡ് പോലീസ്, KAP 3ാം ബറ്റാലിയൻ എന്നിവിടങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയ 461 പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് തിരുവനന്തപുരത്ത് പേരൂർക്കട സ്പെഷ്യൽ ആംഡ് പോലീസ് ഗ്രൌണ്ടിൽ നടന്നു. ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം സ്വീകരിച്ചു. കുട്ടികളുടെ സാമൂഹിക, സാംസ്കാരിക, വൈജ്ഞാനിക, വൈകാരിക മേഖലകളിലെ സമഗ്ര വികാസം ലക്ഷ്യമിട്ടാണ് സർക്കാർ മൂല്യനിർണ്ണയ പരിഷ്കരണം നടത്തുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖല പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോവുകയാണെന്നും തിരുവനന്തപുരത്ത് നടന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തുടനീളമുണ്ടായ തീവ്രമഴയിലും കാറ്റിലും കനത്ത നാശനഷ്ടമുണ്ടായതായി KSEB. പ്രാഥമിക കണക്കുകൾ പ്രകാരം ഏകദേശം 48 കോടിയിലേറെ രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 11 kV ലൈനുകളുടെയും ട്രാൻസ്ഫോർമറുകളുടെയും തകരാറുകൾ പരിഹരിച്ച ശേഷമാകും വ്യക്തിഗത പരാതികൾ പരിഹരിക്കുകയെന്നും അതിനാൽ പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും KSEB ഉപഭോക്താക്കളോട് അഭ്യർത്ഥിച്ചു. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിൽ നിന്നും കരാർ കമ്പനി പിൻവാങ്ങിയെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി ആർ ബിന്ദു. കോൺക്രീറ്റ് ഉപയോഗിച്ചുള്ള റോഡിന്റെ നിർമ്മാണം ബാക്കി നിൽക്കുന്ന പ്രദേശത്ത് മെക്കാഡം ടാറിംഗ് നടത്തുമെന്ന വാർത്തയും തെറ്റാണെന്ന് മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ട്രഷറിയിൽ നിന്ന് 5000 രൂപയിൽ കൂടുതലുള്ള ബില്ലുകൾ മാറുന്നതിന് സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങണമെന്ന വാർത്ത പൊതുജനങ്ങളെയും ഇടപാടുകാരെയും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ട്രഷറി ഡയറക്ടർ. സർക്കാർ തലത്തിൽ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നും ട്രഷറികൾക്ക് നൽകിയിട്ടില്ലെന്നും ഡയറക്ടർ അറിയിച്ചു. +1 പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. ആദ്യ അലോട്ട്മെന്റ് അടുത്ത മാസം 5-നും 2ാം അലോട്ട്മെന്റ് 12-നും 3ാം അലോട്ട്മെന്റ് 19-നുമാണ് പ്രസിദ്ധീകരിക്കുന്നത്. +1 ക്ലാസുകൾ ഈ മാസം 24-ന് ആരംഭിക്കും. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി ചേർക്കപ്പെട്ട രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കും ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്നും പാസ്പോർട്ട് ഹാജരാക്കണമെന്നുമുള്ള വ്യവസ്ഥകളോടെയാണ് ജാമ്യം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.